കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടമെന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രക്കളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, ഞെരുക്കൂത്ത്, തെയ്യം, തിറയാട്ടം, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. 17-18 നൂറ്റാണ്ടുകളിലായി വികസിതമായ ഈ കലാരൂപം വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ മഹാകവി വള്ളത്തോൾ അടക്കമുള്ളവരുടെ ശ്രമഫലമായി ഇന്ന് ലോകപ്രസിദ്ധി കൈവരിച്ചിരിക്കുന്നു. വിവരണം, നാട്യം, നൃത്തം എന്നിവയെ ആംഗികമെന്ന അഭിനയോപാധിയിലൂടെ സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് കഥകളിയിൽ. ഒരു വാചകത്തിൽ പറഞ്ഞാൽ ആംഗികമാണ് കഥകളിയുടെ മർമ്മം. കഥകളിക്കു വേണ്ടി രചിക്കപ്പെട്ട കാവ്യമായ ആട്ടക്കഥയിലെ സംഭാഷണ ഭാഗങ്ങളായ പദങ്ങൾ, പാട്ടുകൾ പിന്നണിയിൽ നിന്നു പാടുകയും നടന്മാർ അഭിനയത്തിലൂടെ കാവ്യത്തിലെ പ്രതിപാദ്യം അരങ്ങത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അഭിനയത്തിനിടയിൽ നടന്മാർ ഭാവാവിഷ്കരണപരവും താളാത്മകവുമായ രംഗചലനങ്ങളും അംഗചലനങ്ങളും പ്രദർശിപ്പിക്കുന്നു. പദങ്ങളുടെ ഓരോ ഭാഗവും അഭിനയിച്ചു കഴിയുമ്പോൾ ശുദ്ധ നൃത്ത ചലനങ്ങളടങ്ങുന്ന കലാശങ്ങൾ ചവിട്ടുന്നു. ഇങ്ങനെ അഭിനയത്തിലും അതടങ്ങുന്ന രംഗങ്ങളുടെ പരമ്പരയിലും കൂടെ ഇതിവൃത്തം അരങ്ങവതരിപ്പിച്ച് രസാനുഭൂതി ഉളവാക്കുന്ന കലയാണ് കഥകളി. നൃത്തം, നാട്യം, നൃത്യം, ഗീതം, വാദ്യം എന്നിങ്ങനെ 5 ഘടകങ്ങളുടെ സമഞ്ജന സമ്മേളനമാണ് കഥകളി. ഇതുകൂടാതെ സാഹിത്യമൊരു പ്രധാന വിഭാഗമാണെങ്കിലും ഇത് ഗീതത്തിന്റെ ഉപവിഭാഗമായി കരുതപ്പെടുന്നു. കളി തുടങ്ങുന്നതിന് മുൻപ് മദ്ദളകേളി, വന്ദന ശ്ലോകം, തോടയം, മേളപ്പദം തുടങ്ങിയ പ്രാരംഭ ചടങ്ങുകളുമുണ്ട്. പശ്ചാത്തലത്തിൽ ഭാഗവതർ ആലപിക്കുന്ന പദങ്ങൾ ഹസ്തമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും നടന്മാർ അരങ്ങത്ത് അഭിനയിച്ചാണ് കഥകളിയിൽ കഥ പറയുന്നത്. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5ആയി തിരിച്ചിരിക്കുന്നു. പച്ച സൽകഥാപാത്രങ്ങളും കത്തി രാക്ഷസ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടകഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നു. കരിവേഷം രാക്ഷസിമാർക്കാണ്. ചുവന്ന താടി താമസ സ്വഭാവമുള്ള വളരെ ക്രൂരമായ രാക്ഷസർ മുതലായവരും കറുത്ത താടി കാട്ടാളർ മുതലായവരുമാണ്. കലിയുടെ വേഷം കറുത്ത താടിയാണ്. ഹനുമാന് വെള്ളത്താടിയാണ് വേഷം. സ്ത്രീകളുടെയും മുനിമാരുടെയും വേഷം മിനുക്കാണ്. ഇത്തരത്തിൽ വേഷമണിയിക്കുന്നതിനെ ചുട്ടിക്കുത്ത് എന്ന് കൊണ്ടുപറയുന്നു. എപ്പോഴും എല്ലാവർക്കും കഥകളി ഇഷ്ടം ആണ്. 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി ഉത്ഭവിച്ചത്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. രാമനാട്ടകർത്താവായ കൊട്ടാരക്കര തമ്പുരാനെയാണ് ആട്ടക്കഥാ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. ഗീതാ ഗോവിന്ദ അഭിനയത്തിന്റെ പ്രേരണയിൽ നിന്നുടലെടുത്ത ഒരു വിനോദമാണ് കൃഷ്ണനാട്ടം. അക്കാലത്ത് വടക്കൻ ദിക്കുകളിൽ പ്രചാരത്തിലിരുന്ന അഷ്ടപതിയാട്ടത്തിന്റെയും അതിന്റെ ചുവട് പിടിച്ച് സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണനാട്ടത്തിന്റെയും രീതിയിലാണ് തമ്പുരാൻ രാമനാട്ടം രചിച്ചത്. 1555-നും 1605-നുമിടയിലാണ് രാമനാട്ടം രചിച്ചതെന്നാണ് പറയപ്പെടുന്നത്.